Watch full episodes on Jio Hotstar. എന്റെ അമ്മോ ഇതെന്തൊരു സ്വാഗതമാണ്. ഐ സെഡ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. മോട്ടു സൂക്ഷിച്ച്. മോട്ടു എന്റെ സുഹൃത്തെ, നീ വന്നോ? നമ്മൾ എത്ര നേരം നിന്റെ വരവും കാത്തിരിക്കേ. ദിലാവർ ഖാൻ, ഒരു പ്രാവശ്യം നീ ഞങ്ങളെ കൂട്ടുകാരെന്ന് പറഞ്ഞു, എന്നിട്ട് ഇപ്പോഴോ നിന്റെ ശിങ്കടികളെയൊക്കെ വെച്ച് ഞങ്ങളെ എല്ലാവരെയും തല്ലി ഓടിപ്പിക്കാൻ നോക്കുന്നു. ക്ഷമിക്കൂ സുഹൃത്തെ, ക്ഷമിക്കൂ. താങ്കളെ ദ്രോഹിക്കുക എന്നുള്ളതല്ലായിരുന്നു എന്റെ ലക്ഷ്യം. താങ്കളുടെ ശക്തി ഒന്ന് പരീക്ഷിക്കുക എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. താങ്കൾ പോകാൻ പോകുന്ന സ്ഥലം, ആ പാതകൾ വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു പവർഫുൾ ആളിനെ സാധിക്കൂ. മോട്ടു എന്റെ സുഹൃത്തെ, താങ്കൾ എന്റെ 10-25 യോദ്ധാക്കളെ എത്ര നിസ്സാരമായിട്ടാണ് അടിച്ചു വീഴ്ത്തിയത്. ഇനിയിപ്പോ നീ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ സുഹൃത്തുക്കളായ മോട്ടു പത്ലുവിന് ഒരു നല്ല വൻ സ്വീകരണം കൊടുത്ത് തിരിച്ചയച്ചേനെ. ദിലാവർ ഖാൻ സാറേ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നിങ്ങൾക്ക് ഞങ്ങളെ പറഞ്ഞു വിടണോ, അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആ പാരമ്പര്യ കിരീടം വേണോ? മടിക്കാതെ പറയൂ. വാ, എന്ത് വർത്താനമാണ് എന്റെ സുഹൃത്ത് പറഞ്ഞത്. ഇനി എനിക്ക് വിശ്വാസമായിരിക്കുന്നു. ഇപ്പൊ താങ്കൾക്ക് മാത്രമേ എന്റെ പിതാവിന്റെ അന്തിമ ആഗ്രഹം പൂർത്തിയാക്കാൻ സാധിക്കൂ. വളരെ നന്ദി മോട്ടു, വളരെ നന്ദി. ദിലാവർ ഖാൻ സാറേ, വരവേൽപ്പൊക്കെ നമുക്ക് പിന്നീട് ആഘോഷിക്കാം. ഇപ്പൊ ഞങ്ങൾക്ക് ആ ഗോൾഡൻ മൗണ്ടിലേക്കുള്ള വഴി നിങ്ങളൊന്ന് പറഞ്ഞു തന്നാലും. വാ പത്ലൂജി, വാ. എന്റെയും താങ്കളുടെയും ചിന്തകൾ എത്രമാത്രം സാമ്യമാണ്. ഈ ദിലാവർ ഖാനും സമയം നഷ്ടപ്പെടുത്തുന്ന തീരെ ഇഷ്ടമല്ല. അതേപോലെ തന്നെ താങ്കളും സമയത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഇനിയിപ്പൊ താങ്കൾ ഇങ്ങനെ തന്നെ ആ വഴിയിൽ പോവുകയാണെങ്കിൽ ഇവിടത്തെ ആൾക്കാർക്കെല്ലാം മനസ്സിലാകും. എന്നിട്ട് അവർ നിങ്ങളുടെ പിന്നാലെ വന്ന് ആ കിരീടവും വാളും നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കും. ഇവിടത്തെ ആൾക്കാർ വളരെ സ്വാർത്ഥരാണ്. പിന്നെ എങ്ങനെയാ പോവുക? നാളെ ഇവിടെ ലാമ റേസ് നടക്കും. നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. എന്നിട്ട് റേസ് അവസാനിക്കുന്ന സ്ഥലത്ത് അവിടെ നിർത്താൻ പറ്റില്ല എന്നുള്ള ഒരു ആക്ടിങ് നിങ്ങൾ ചെയ്യണം. അതായത് ലാമ ഔട്ട് ഓഫ് കൺട്രോൾ ആയതുപോലെ. എന്നിട്ട് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോ ജനങ്ങൾ വിചാരിക്കും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന്. അപ്പൊ നിങ്ങളെ കുറിച്ച് ആർക്കും യാതൊരു സംശയമുണ്ടാവില്ല. വളരെ നല്ല പ്ലാനാണ്. പക്ഷേ ഗോൾഡൻ മൗണ്ടനിലേക്ക് പോവാനുള്ള വഴി ഏതാണ്? അതൊന്ന് പറഞ്ഞു തരുവോ? ഇന്നാ അവിടെ പോകാനുള്ള വഴി ഇതിലുണ്ട്. ഇത് വളരെ ശ്രദ്ധിച്ചു വെക്കുക. സുഹൃത്തുക്കളെ, എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ലാമ റേസ് നടക്കുകയാണ്. ഈ വർഷം ഫുർഫുരി നഗരത്തിൽ നിന്ന് 5 പേർ ഈ റേസിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നു. റേസ് ജയിക്കുന്ന ആൾക്ക് സ്വർണത്തിന്റെ ട്രോഫി കൊടുക്കപ്പെടുന്നതായിരിക്കും. ഓക്കേ, നിങ്ങൾ എല്ലാവരും തയ്യാറാണോ?
മമ്മി എന്റെ അമ്മോ രക്ഷിക്കണേ. എന്റെ അത്തിപ്പോർ അമ്മച്ചി, എന്താ ഇത്? ഏയ് ഒന്ന് നേരെ നടക്ക. ഓ എന്റെ അത്തിപ്പോർ അമ്മച്ചി, ഇതിന്റെ മുകളിലിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ പോട്ടു. ഡോക്ടർ ജാഡ്ക, ലാമയുടെ മീതെ സവാരി ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മമ്മി രക്ഷിക്കണേ. എന്റെ അമ്മോ, ഞാനാണോ ലാമയുടെ മീതെ സവാരി ചെയ്യുന്നത്, അതോ ലാമയാണോ എന്റെ മീതെ സവാരി ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്ലീസ് ഒന്ന് നിർത്തൂ, ഞാൻ പുട്ടും കടലും വാങ്ങിത്തരാം. എന്നോട് ക്ഷമിക്കൂ. ഇനി ഞാൻ ഒരിക്കലും ഒന്നിന്റെ ദേഹത്ത് കയറിയിരിക്കില്ല. എന്നെ ഇറക്കി വിടൂ. ഞാൻ എന്റെ എല്ലാ സമൂസകളും നിനക്ക് തന്നേക്കാം. ഇത് നോക്ക്, നമുക്കൊരു കാര്യം ചെയ്യാം. അത് കൺട്രോൾ ആകാത്ത മാതിരി ഒരു ആക്ടിംഗ് അങ്ങ് കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് വേഗം മുന്നേറി പോകാം. പൊളിച്ചടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇന്ന് വരെ ലാമയുടെ മീതെ സവാരി ചെയ്തിട്ടില്ല. എനിക്കിതിന് പറ്റുന്നില്ല. എന്നെ ഒന്ന് താഴേക്ക് ഇറക്കി വിടൂ. ഈ ലാമോടൊന്ന് നിക്കാൻ പറയൂ. എന്താ നടക്കുന്നത് അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്താ നടക്കണ ഒരു പിടി കിട്ടണല്ലോ. ആ ലാമാസ് എല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പെട്ടെന്ന് നോർമൽ ആവുമെന്ന് പ്രതീക്ഷിക്കാം. അമ്മരോടെ പോയി കാണുന്നില്ല. ഇനി എന്നെ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. കണ്ണിൽ ഇരുട്ട് കയറുന്നു. എനിക്ക് വെള്ളം കുടിക്കണം. വെള്ളം, വെള്ളം, എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ട പത്ലു. മോട്ടു, ആ വെള്ളം പൊളിച്ചേ. ഗുലേബ ഖവാലി, എനിക്കൊരു കാര്യം മനസ്സിലാവണില്ല. മോട്ടു ഈ മരുഭൂമിയിൽ ഇത്രയും വേഗതയോടെ എങ്ങനെയാണ് ഓടുന്നതെന്ന്. ഇവന്മാര് നമ്മളെ തീർച്ചയായിട്ടും സിറ്റി ഓഫ് ഗോൾഡ് വരെ എത്തിക്കും. വെള്ളം, 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 വെള്ളം. മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? ഇത് മണലാണ്, വെള്ളമല്ല. പത്ലു, ഞാനിവിടെ വെള്ളം കണ്ടതാണല്ലോ. പത്ലു, വെള്ളം തരൂ. വെള്ളം, വെള്ളം. നേതാവേ, ഇവിടെ അധിക നേരം നിൽക്കുന്നത് അത്ര പന്തിയല്ല. അങ്ങോട്ട് നോക്കൂ, താഴെ പാമ്പ് പടം പൊഴിച്ചിരിക്കുക. അറിയില്ലേ, അതൊരു മണൽ പാമ്പാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? വേഗം ഇവിടുന്ന് പോവാം. ഓ മൈ ഗോഡ്. ദിലാവർ ഖാനെ സിംഹം പോലും പേടിക്കും. ഈ ഒരു മണൽപ്പാമ്പ് നമ്മളെ എന്ത് ചെയ്യാനാണ്? വേഗം വാ മോട്ടു, അങ്ങോട്ട് പോകാം. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വെള്ളം തരൂ,
വെള്ളം. ഐഡിയ. ചിങ്കം സാറേ, നിങ്ങൾ ഫയർ ചെയ്യേ. നമുക്കെല്ലാവർക്കും ഇളനീര് വെള്ളം കുടിക്കാം. ഫയർ ചെയ്യേ. ഓളിക്കടുത്തല്ലോ, ഇപ്പൊ നമുക്ക് ഇളനീര് കിട്ടാം. ഗുലേബ ഖൗലി, ഈ നാളികേരം എവിടുന്നാണ് വരുന്നത്? പാമ്പ് വേണ്ട. ഇല്ല. ആ വേണ്ട. ആ ഇപ്പൊ നമ്മൾ എല്ലാവരും ഈ മാപ്പിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കണം. ഇവിടേക്കാണോ പോവേണ്ടത്, അതോ ഇവിടേക്കോ? മോട്ടു, ഈ മാപ്പിൽ പറഞ്ഞിരിക്കുന്നത് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു കുളം ഉണ്ടെന്നാ. അതിലെന്തായാലും നിറയെ വെള്ളം ഉണ്ടാവും. എനിക്ക് 1 കിലോമീറ്റർ അല്ല, 1 മീറ്റർ പോലും നടക്കാൻ വയ്യ. വെള്ളം എനിക്ക് ഇവിടെ വേണം. വെള്ളം. എന്റെ മോട്ടു മുഴുവൻ പറയുന്നത് കേക്ക്. ആ കുളത്തിന്റെ തൊട്ടടുത്ത് ഒരു സമൂസയുടെ കടയും ഉണ്ട്. എന്താ സമൂസയോ? എവിടെ എവിടെ എവിടെ? ദേ ഈ ഡയറക്ഷനിലാ, 1 കിലോമീറ്റർ ദൂരം. പൊളിച്ചേ. സമൂസ 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 സമൂസ. വെള്ളം കണ്ടോ? പത്രു, അവിടെ സമൂസയുടെ കടയൊന്നുമില്ല. നീ കള്ളം പറഞ്ഞതല്ലേ? ഓ എന്റെ മോട്ടു, നീ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? അവിടെ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് വെള്ളം കുടിക്കാമായിരുന്നില്ലേ? എന്തിനാ ഇങ്ങോട്ട് തിരിഞ്ഞോടി വന്ന്? നീ അവിടെ വെള്ളം കുടിക്കുന്നതിനുള്ളിൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ശരി, കുഴപ്പമില്ല, നീ പോയി വെള്ളം കുടിക്ക്. ഇല്ല ഇല്ല പത്രു, എനിക്കിനി ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. വെള്ളം വെള്ളം. ഇത് നോക്ക് മോട്ടു, നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ നുണ പറഞ്ഞതല്ല. അവിടെ സമൂസ കടയുണ്ടെന്ന് ഞാൻ അറിയാതെ പറഞ്ഞതാ. പക്ഷെ സമൂസ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും എന്റെ കയ്യിലുണ്ട്, അത് ഉറപ്പാ മോട്ടു. പക്ഷേ സമൂസ ഉണ്ടാക്കണമെങ്കിൽ വെള്ളം ആവശ്യമില്ലേ? അതിനുവേണ്ടി നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോയേ മതിയാകൂ. ഇത് നോക്ക് മോട്ടു, ഈ മാവെടുത്ത് നന്നായി കുഴച്ചിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് ചൂടോടെ ഞാൻ നിനക്ക് തരാം മോട്ടു. നീ വിഷമിക്കണ്ട. നല്ല ചൂടുള്ള സമൂസേ. എന്നാ പിന്നെ വരൂ, എന്തിനാ സമയം പാഴാക്കുന്നേ? പൊളിച്ചേ. ഇത് നോക്ക്, അവൻ പോയി തിരിച്ചു വരുന്നതിനുള്ളിൽ നമ്മളെല്ലാരും അങ്ങോട്ട് പോയേ മതിയാകൂ. കുതിര നിർത്തിക്കേ. നിങ്ങളുടെ കുതിരയോട്ടം നിങ്ങൾ രസിക്കുകയാണോ? എന്നെ ഒന്ന് രക്ഷപ്പെടുത്തേ. എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേ? ഗുലേബ ഖവാലി. ദൈവമേ, പകലും നക്ഷത്രം എണ്ണിക്കാന്നല്ലോ. ഓ ഓ സഹിക്കാൻ പറ്റണില്ല. എന്റെ നടു ഒടിഞ്ഞൊരു പരുവായി. ആ നാളികേരം എവിടുന്നാ വന്നേ? സേനാപതി, ആ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അയാളാണ് ഫയർ ചെയ്തത്. അപ്പോഴാണ് നാളികേരം വീണത്. ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ആ അത് വിട്ടേക്കൂ. വാ, നമുക്ക് മോട്ടു പത്ലു എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. വെള്ളം വെള്ളം വെള്ളം. എന്താ ഇത്? നിങ്ങൾ ആരാണ്? ഇവിടെ എന്ത് കുന്തമാണ് ചെയ്തോണ്ടിരിക്കുന്നത്? വലിയേട്ടാ, ഞാൻ എല്ലാം പറയാം. പക്ഷെ ആദ്യം കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. വെള്ളം. പാടില്ല പാടില്ല. ഡോണ്ടു, തിരിച്ചു പൊക്കോ. ഒരു തുള്ളി വെള്ളം കിട്ടില്ല. ഇൻസ്പെക്ടർ ചിങ്കം, മര്യാദക്ക് എല്ലാരും തിരിച്ചു പോയിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഞാൻ ജയിലിനകത്തിടും. 3 വരെ ഞാൻ എണ്ണും. തിരിച്ചു പോകൂ. 1 2 3. എന്റെ അമ്മ. പത്തലു, വെള്ളം അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തേലും ചെയ് പത്തലു. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടു, നിനക്ക് സമൂസ കഴിക്കണ്ടേ? പക്ഷെ ഇവരാരും അതിന് വെള്ളം തരുന്നില്ല. വെള്ളം തന്നില്ലെങ്കിൽ പിന്നെ സമൂസ ഉണ്ടാക്കാൻ പറ്റില്ല. സമൂസ ഉണ്ടാക്കാൻ പറ്റില്ലെന്നോ? ലോകത്തിൽ ഒരു ശക്തിക്കും തന്നെ മോട്ട് സമൂസ കഴിക്കുന്നത് തടയുവാൻ സാധിക്കില്ല.
പിന്നെ ഇനി അങ്ങനെ ചെയ്യാലോ? അയ്യോ, ഞാൻ പറയണതിന് മുമ്പ് എന്തിനാ ഓടണേ? ഞാനിന്ന് നേരം വെളുത്ത ആഹാരയുടെ മോഹമാണോ കണ്ടേ? ഹലോ മുലേബ കാവാലി, ഇതിനെ ഒന്ന് നിർത്ത്. പറയാതെ ഓരോ തലവേദനകൾ കയറി വന്നോളും. ഹലോ വെള്ളം, എനിക്ക് വെള്ളം കുടിക്കണം, എനിക്ക് വെള്ളം കുടിക്കണം. ആരാ? എന്നെ വിടൂ, എനിക്ക് വെള്ളം കുടിക്കണം. എന്നെ വിടാനല്ലേ പറഞ്ഞ? ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. Watch India's largest kids library only on Geo Hotstar. Download the app now.